ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഭക്ഷ്യപൊതുവിതരണ വകുപ്പിൻ്റെ അറിയിപ്പനുസരിച്ച് ജൂലൈ 2 തീയതി വ്യാഴാഴ്ച റേഷൻ വിതരണം ആരംഭിക്കും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 3 മാസങ്ങളിൽ വൈദ്യുതിയുള്ള AY മഞ്ഞ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും, പിങ്ക്, നീല, വെള്ള കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും, വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്ത്യോദയ അന്നയോജന AY മഞ്ഞ കാർഡുകാർക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. അടുത്തത് മുൻഗണനാ വിഭാഗം PHS പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. NPS നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ നീല കാർഡിന് സ്പെഷ്യൽ വിഹിതമായി 3 കിലോ ഗോതമ്പ് കിലോക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ ലഭിക്കും. ഗോതമ്പ് കൂടാതെ അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം NPNS കാർഡിന് 4 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിലും അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. പൊതുവിഭാഗം NPI ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിലും അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി 1 കിലോ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. ഇതോടൊപ്പം ജൂൺ, ജൂലൈ മാസത്തിലെ ട്രോളിംഗ് നിരോധനം കണക്കിലെടുത്ത് 52 ദിവസത്തേക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് ജോലിയില്ലാതായ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾക്കും അതുപോലെ പീലിംഗ് തൊഴിലാളികൾ, മത്സ്യബന്ധന മേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. ഇതുകൂടാതെ സപ്ലൈകോ സ്റ്റോറുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകാർക്കും അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും പയറും ഉൾപ്പെടെ 13 ഇന പലവ്യഞ്ജന സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ്.